അപ്പോളേ പല ആൾക്കാരും ചോദിക്കണം അതുകൊണ്ട് എന്തെങ്കിലും കായ ഇക്കണ്ട കായ ഇതാക്കിയാണ്ട് ഇത് മാർബിൾ ഇടണത് മാർബിളിനൊക്കെ ഒരുപാട് ചിലവ് വരൂലേ, പൈസ വരൂലേ, അതേമാതിരി ആകുമ്പോൾ പണിക്കൂലി കുറേ വരൂലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. മാർബിൾ വിരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഏത് ടൈൽ വിരിച്ചാലും കിട്ടൂല. ഇത്ര വലിയ ടൈൽസ് ഇട്ടൊന്നും കാര്യമില്ല. ടൈൽസ് കമ്പനിക്കാർക്കൊക്കെ എന്താ വെച്ചാൽ വീണ്ടും വീണ്ടും സാധനം ചിലവാണ്ടേ. ഈ സാധനത ഈ മുതൽ വിരിച്ച് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞ് ഒരു 10-20 വർഷം കഴിഞ്ഞ് അതിൻ്റെ പോളിഷ് പോയാൽ ഒരു കല്ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതതാ അതേപോലെ അടിപൊളിയായിട്ടുണ്ടാവും. പോളിഷും ചാർജ് മാത്രം 20 വർഷത്തിന് ഇതായാൽ മതി. ചൂട് കാലത്ത് രാത്രിയൊക്കെ ഷർട്ട് ഉരുട്ടുകൊണ്ട് ഈ മാർബിൾ മേണ് നിങ്ങൾ കടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിയാകുമ്പോഴത്തേന് നിങ്ങൾ അവിടുന്ന് കടന്നിട്ട് നിങ്ങൾ കടക്കി കടന്നിട്ടുണ്ടാവും. എനിക്ക് അനുഭവമാണ്. ആ സമയത്ത് മാർബോനേറ്റോ ഇതോ ഏത് വിരിച്ചാലും ശരി നേരം വെളുത്താൽ പോലും അറിയില്ല, അപ്പോഴും ആ ചൂട് മാറിയിട്ടുണ്ടാവില്ല. അത്രയും വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ കുറേ അനുഭവിച്ചും കണ്ടൊക്കെ ഉള്ളതാണ്. അതാണ് എനിക്ക് ഈ മാർബിളും ഇതും തമ്മിൽ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാർബിൾ വിരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ അടുക്കളയിൽ ഞാൻ ടൈൽ വിരിക്കുന്നു. പക്ഷേ അടുക്കളയിൽ ടൈൽ വിരിച്ചാലും ചെരുപ്പിടാതെ അമ്മമാർക്കും ഭാര്യമാർക്കൊന്നും അടുക്കളയിൽ നിൽക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ അവരെ ചെരുപ്പിന് കാലിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാർബിൾ വിരിച്ചാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് പൈസ അധികം ആയാലും അത് എന്നും അത് അതേപോലെ അവിടെ ഉണ്ടാവും.